ഹലോ ഫ്രണ്ട്സ്, അർച്ചന ചേച്ചി പ്രമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, കരിമലക്കുടിയിലേക്ക് പോയ നിന്നെ അറ്റാക്ക് ചെയ്തത് ആരാണെന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. എന്തൊക്കെയാണ് സംഭവിച്ചത്, വിജയനാണോ ഇതിൻ്റെ പുറകിലെന്ന് ചോദിക്കുന്നുണ്ട്. നീ പോയതിന് പിന്നാലെ ഞങ്ങൾ അയാളുടെ വരുതിയിലാക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കി, ഞങ്ങളുണ്ടോ വിടുന്നു. പക്ഷെ അയാളുടെ എല്ലാ കാര്യങ്ങളും പണത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന രീതിയിലൊക്കെ സംസാരിക്കുകയൊക്കെ ഉണ്ടായെന്ന് പറയുന്നുണ്ട്. നിന്നെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ ലാഭം കിട്ടുമെന്നൊക്കെ അയാൾ ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയെന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും അർച്ചന ചോദിക്കുന്നുണ്ട്, അയാളുടെ കള്ളത്തരം എന്നും പൊളിയാനായിട്ട് പോവാണ്. പിന്നെ ആ കേസ് ഞാൻ ഒരിക്കലും വിടില്ല, അർച്ചന അസോസിയേറ്റ് ആ കേസ് ഏറ്റെടുത്തിരിക്കുകയാണെന്ന രീതിയിലൊക്കെ അർച്ചന പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് അത് കാണിക്കുന്നത്. അപ്പോൾ വിജയനോട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, നീ ഒരുപാട് ചാടണ്ടടി, നീ ചാടിയാൽ എത്രത്തോളം ചാടുമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ നീ ആ കേസിൽ വിജയിക്കാൻ പോകുന്നില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ വീട്ടിൽ തന്നെ കാണിക്കുന്നത്. രുക്കു ആണെങ്കിൽ വൊമിറ്റ് ചെയ്യുന്നത് പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ രുക്കു പറയുന്നുണ്ട്, എനിക്ക് ഒരിക്കലും പ്രഗ്നൻ്റ് ആവണ്ട, ഇപ്പോൾ എനിക്ക് പ്രഗ്നൻ്റ് ആവണ്ട എന്ന രീതിയിൽ വൊമിറ്റ് ചെയ്യുന്ന സമയത്തിന് അർച്ചന പറയുന്നുണ്ട്, രുക്കു പ്രഗ്നൻ്റ് ആണോ എന്നൊരു സംശയം. അപ്പോൾ തന്നെ അവർക്ക് സന്തോഷമാണെന്ന്. പക്ഷേ രുക്കുവിന് ഒരിക്കലും തന്നെ ഇപ്പോൾ പ്രഗ്നൻ്റ് ആവണ്ട എന്ന രീതിയിൽ തന്നെയാട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രുക്കാണെങ്കിൽ വാശിയിൽ നിൽക്കുക തന്നെ ചെയ്യുന്നത്. അതുപോലെ തന്നെ അച്ഛനും ഒരു വിഷമമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ കേസ് അർച്ചന തന്നെ ഏറ്റെടുക്കാനായിട്ട് നോക്കാട്ടോ ചെയ്യുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ പ്രമോ റിവ്യൂ കഴിഞ്ഞ എപ്പിസോഡായിട്ട് കാണാം കേട്ടോ.